ലോകത്തിലെ ഏറ്റവും നൂതനവും വൈദഗ്ധ്യവുമുള്ള യുദ്ധവിമാനങ്ങളിലൊന്നാണ് F-35. അമേരിക്കയിൽ നിന്ന് F-35 എത്തുന്നതോടെ അത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്ത് നൽകും. Starting this year, we'll be increasing military sales to India by many billions of dollars. We're also paving the way to ultimately provide India with the F-35 stealth fighters. ഈ പ്രഖ്യാപനം ഇന്ത്യക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. F-35 യുദ്ധവിമാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അമേരിക്കയുടെ നാറ്റോ സഖ്യകക്ഷികളായ ഇസ്രയേലും ജപ്പാനും പിന്നാലെ ഇന്ത്യയും ഇടം പിടിക്കുകയാണ്. അതിനൂതന ഗുപ്ത സാങ്കേതികവിദ്യ, അസമാനമായ യുദ്ധസ്ഥിതി നിരീക്ഷണ പാടവം, മികച്ച പോരാട്ടശേഷിയും കൊണ്ട് ശ്രദ്ധേയമാണ് F-35. സൂപ്പർസോണിക് വേഗതയിൽ തിരിച്ചറിയാതെ പ്രവർത്തിക്കാൻ കഴിയുമെന്നത് പ്രത്യേകതയാണ്. പരമ്പരാഗത ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന F-35A, ചെറിയ ടേക്ക് ഓഫിനും കുത്തനെയുള്ള ലാൻഡിങ്ങിനും കഴിവുള്ള F-35B, വിമാനവാഹിനികൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന F-35C എന്നിങ്ങനെ 3 തരം F-35 വിമാനങ്ങളാണുള്ളത്. F-35A US എയർഫോഴ്സും F-35B US മറൈൻ കോർപ്സും F-35C US നേവിയുമാണ് ഉപയോഗിക്കുന്നത്. ഭാരമുള്ള പേലോഡുകളുമായി ശത്രുക്കളുടെ നിരീക്ഷണ കണ്ണുകളിൽ പെടാതെ പറക്കാൻ F-35 ജെറ്റുകൾക്ക് കഴിയും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ യുദ്ധവിമാനങ്ങൾ കൂടുതൽ കരുത്തു നൽകുമെങ്കിലും ജെറ്റുകളുടെ വാങ്ങലും പ്രവർത്തനവും പരിപാലനവും വളരെ ചെലവേറിയതാണ്. F-35Aക്ക് ഏകദേശം $80 ദശലക്ഷം, F-35Bക്ക് $115 ദശലക്ഷം, F-35Cക്ക് $110 ദശലക്ഷം വില വരും. ഓരോ ഫ്ലൈറ്റ് മണിക്കൂറിനും ഏകദേശം $36,000 ചെലവാകും. F-35 എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി പറഞ്ഞു. The acquisition of an advanced aviation platform by India, that process has started as yet. So ബംഗളൂരുവിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്ന ഡിഫൻസ് എക്സിബിഷനായ എയ്റോ ഇന്ത്യയുടെ 15ാമത് എഡിഷനിൽ F-35 വിമാനങ്ങൾ പങ്കെടുത്തിരുന്നു. റഷ്യയുമായുള്ള അടുത്ത ബന്ധം കണക്കിലെടുത്ത് F-35 ഇന്ത്യക്ക് വിൽക്കാൻ US നേരത്തെ വിസമ്മതിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.